അതെ, ഞാൻ ലഞ്ച് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞണ്ട് റോസ്റ്റാണ്. ഞാനിന്നൊരു പ്രത്യേക രീതിയിലാണ് കേട്ടോ ഞണ്ട് റോസ്റ്റ് റെഡിയാക്കണത്. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾ ആരെങ്കിലും റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതേ വലിയ ഞണ്ടാണ് കേട്ടോ ഒന്ന് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഫസ്റ്റത്തെ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതേ അതൊക്കെ കട്ട് ചെയ്ത് ഞാൻ എല്ലാം നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊന്ന് മസാല തേച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി കളറൊക്കെ ഉണ്ടായിക്കോട്ടെ അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നേരിട്ട് റോസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ ഞാനിന്നൊരു പ്രത്യേക രീതിയിലാണ് ഇത് റെഡിയാക്കണേ. അതിനുശേഷം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അരമണിക്കൂറെങ്കിലും കുറച്ച് നേരം ഒന്ന് വെക്കണം കേട്ടോ. എന്നാലുള്ളൂ ഇതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഈ ക്രാബിന് ഒരു നല്ല കളറൊക്കെ കിട്ടും കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് വെച്ച് ഇനി കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരിക്കട്ടെ. നിങ്ങൾക്കൊക്കെ ക്രാബ് റോസ്റ്റ് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണേ. അപ്പോൾ ഇതുമാതിരി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പോലും നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്കിതിൻ്റെ റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പച്ചമുളകും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടണ പോലെയൊക്കെ തന്നെ കേട്ടോ. ചെറുതും വലുതും എല്ലാം ഇവിടെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില ആണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇവിടെ കിട്ടും കേട്ടോ. ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് മാത്രം. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ആണെങ്കിൽ ഇതുമാതിരത്തെ വലിയ അല്ലിയാണ് കിട്ടുക. നമ്മുടെ നാട്ടിലെ പോലെ ആ ചെറിയ അല്ലിയില്ലേ, അത് ഇവിടെ കിട്ടാൻ ഇത്തിരി പ്രയാസമാണ്. പിന്നെ അതുപോലെ തന്നെ സവാളയാണെങ്കിലും 2 ടൈപ്പ് സവാള ഇവിടെ കിട്ടും. വെളുത്ത സവാളയും ചുമന്ന സവാളയും. ഞാൻ പക്ഷേ എങ്കിൽ ഈ ചുമന്ന സവാളയാണ് ഉപയോഗിക്കാറ്. അതായിരിക്കും നമ്മുടെ നാട്ടിലായിട്ട് കുറച്ചും കൂടി സാമ്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ പിന്നെ അതുപോലെ ഇത്തിരി വലിപ്പം കൂടുതലുണ്ട്. നമ്മുടെ നാട്ടിൽ നല്ല വലിപ്പമാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ, നല്ല വലിപ്പത്തിലുള്ള സവാളയാണ്. അങ്ങനെ ഞാൻ അതെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഞാൻ അധികമൊന്നും എടുക്കണില്ല കേട്ടോ, കുറച്ച് മാത്രമേ എടുക്കണുള്ളൂ. കുറച്ച് ക്രാബല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുക്കണുള്ളൂ. ഞാനപ്പോൾ കോസ്കോയിൽ പോയപ്പോഴാണ് കേട്ടോ ഈ ക്രാബ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ എച്ച് മാർട്ടിലും ഉണ്ട്. വലിയ ക്രാബാണ് കേട്ടോ ഇവിടെ കിട്ടുക. നല്ല വലിയ ക്രാബായിരുന്നു അത്. പക്ഷേ എങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇനി നമുക്ക് റോസ്റ്റ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നല്ലൊരു ബ്രൗൺ നിറം ആവണ വരെ. അതിന് ശേഷം ഇപ്പോൾ ഏകദേശം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്രാബ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ മസാലയൊക്കെ തേച്ച് വെച്ചത് അതിൻ്റെ അരപ്പോട് കൂടി തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഒന്ന് കുറച്ച് കൊടുക്കണേ. അല്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാലേ നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടില്ലേ, അപ്പോൾ അതൊക്കെ അവിടെ ഒന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നമുക്കപ്പോൾ തീ കുറയ്ക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം വരില്ല. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ഒന്നും ആവണ്ട കേട്ടോ. പിന്നെ ഞാൻ ഒരു കൂട്ടം കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതാണ് കേട്ടോ കൂർക്ക. ഇവിടെ നമുക്ക് ഇങ്ങനെ ഫ്രോസൺ ആയിട്ടുള്ള കൂർക്ക കിട്ടും. അങ്ങനെ കിട്ടുള്ളൂ, അല്ലാതെ ഇവിടെ പച്ച കൂർക്കയൊന്നും കിട്ടാൻ വഴിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ നാട്ടിലെ ഉള്ളി. ഇതും ഫ്രോസൺ ആയിട്ടാണ് കേട്ടോ വാങ്ങിക്കാൻ കിട്ടുക. കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഉള്ളിയൊന്നും കിട്ടൂലേന്ന്. നമ്മുടെ നാട്ടിലെ ഉള്ളി ഇതുമാതിരി കണ്ടില്ലേ, ഫ്രോസൺ ആയിട്ടാണ് കിട്ടുള്ളൂ. ഇത് നമ്മളങ്ങനെ കഴുകി ഉപയോഗിക്കുക, അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഇവിടെ കിട്ടുന്ന ഉള്ളി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ എന്താ പറയുക, ഈ കുഞ്ഞ് സവാളയില്ലേ അതുമാതിരിയേ കിട്ടുള്ളൂ. അല്ലാതെ വല്ല ടേസ്റ്റൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മുടെ ക്രാബ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനിത് തിരിച്ച് ഇങ്ങനെ പാത്രത്തിലേക്ക് മാറ്റി എടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ഫ്രൈ ആയാൽ മതി കേട്ടോ, ഒരുപാട് അങ്ങോട്ട് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം ഒരു ഹാഫ് പോലെ ഒരു കുക്ക്ഡ് ആയാൽ മതി. അപ്പോൾ നമ്മളെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കൂർക്ക ഫ്രോസൺ ആണെങ്കിലും 2 ടൈപ്പ് കിട്ടും. ഇപ്പോൾ കിട്ടിയേക്കണ കൂർക്ക എന്ന് പറഞ്ഞാൽ അത് വേവിക്കാത്ത കൂർക്കയാണ്. പക്ഷേങ്കിൽ ഞാൻ മുമ്പ് ഒരു തവണ വാങ്ങിയത് ഇങ്ങനെ വേവിച്ച കൂർക്കയായിരുന്നു. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് എളുപ്പമാണ്, വേവിച്ച കൂർക്കയാണല്ലോ. പക്ഷേ ഇത് വേവിക്കാത്ത കൂർക്കയായിപ്പോയി. അപ്പോൾ നമ്മൾ ക്രാബൊക്കെ മാറ്റി ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ചൂടായതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ സവാള, പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വഴന്നു വരണേ, എന്നാലുള്ളൂ ഇതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ.
ഇപ്പോൾ ഇത് ഏകദേശം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് തക്കാളിയൊക്കെ വെന്തു വരുള്ളൂ. ഇപ്പോൾ ഇതേ തക്കാളിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇത്രയാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ ആ മൂത്ത മണമൊക്കെ ഒന്ന് മാറണം കേട്ടോ. ഇപ്പോൾ അത് ഏകദേശം മൂത്ത മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ക്രാബ് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കണ ക്രാബ് അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരപ്പും ഒക്കെ ഒന്ന് അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് വന്നോളൂ. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ കാണുമ്പോൾ തന്നെ കാണാനൊക്കെ ഒരു ഷെയിലുണ്ടല്ലേ. അപ്പോൾ ഇതേ നമ്മളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കുറച്ച് തീയൊക്കെ കുറച്ചിട്ടിട്ട് വേവിച്ചാൽ മതി. കുറച്ച് നേരം അവിടെ അങ്ങനെ കിടന്ന് പതുക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്കത് അവിടെ അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കൂർക്കത്തോരൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക്, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് അതൊന്നും അവിടെ ഇരുന്ന് പൊട്ടണ നേരം കൊണ്ട് നമുക്കിതേ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ അതും വെച്ചുകൊണ്ട് വേറെ പണിക്ക് പോയി കഴിഞ്ഞാൽ അത് അടിയിൽ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ അതേ നമ്മുടെ കടുകൊക്കെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കണ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. നേരത്തെ ഞാൻ കാണിച്ച ഫ്രോസൺ ഉള്ളിയില്ലേ, അതാണ് കേട്ടോ ഈ കാണുന്നത്. നേരത്തെ കണ്ട പോലെ ഒന്നുമല്ല, ഇപ്പം നല്ല അടിപൊളി ഫ്രഷായി കഴുകി വന്നപ്പോഴത്തേനും ആ ഉള്ളിയൊക്കെ. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നന്നായിട്ട് ഉള്ളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ കുത്തുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുത്തുമുളക് നല്ല എരിവാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കുറച്ച് കളറൊക്കെ ഇരിക്കട്ടെ, അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തു. അതിന് ശേഷം നമ്മുടെ വേവിച്ച കൂർക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കൂർക്ക ഇത്തിരി ബ്ലാക്ക് കളറാണ് കേട്ടോ. കാരണം വെച്ചാൽ ഈ തൊണ്ട് കളഞ്ഞ കൂർക്കയായിട്ടാണ് ഫ്രോസനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതാണ് ഈ ബ്ലാക്ക് കളറ്. പക്ഷേ എങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സെയിം നമ്മുടെ നാട്ടിലെ കൂർക്കയുടെ അതേ ടേസ്റ്റ് തന്നെ. ഇനിയിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റുമ്പോഴത്തേനും തോരൻ ഇവിടെ റെഡിയാവും. ഈ നേരം കൊണ്ട് നമ്മുടെ ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ നോക്കിയേ, കണ്ട അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചാറൊക്കെ വേണം കേട്ടോ. ഒരുപാടൊന്നുമില്ല, കുറച്ച് ഞാൻ കുറുക്കിയാണ് എടുത്തേക്കണത്. ഒരുപാട് അങ്ങനെ നീട്ടിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടില്ലല്ലോ. അപ്പം ഞാൻ പരമാവധി അങ്ങനെ കുറുകിയാണ് കേട്ടോ ഇരിക്കണേ. ലാസ്റ്റായിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് തീയൊക്കെ ഓഫ് ചെയ്യുക കേട്ടോ. എന്നാലുള്ള കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് അങ്ങോട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതേ നമ്മുടെ ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ. പിന്നെ നമുക്കിതേ അപ്പളം പൊരിക്കുക കേട്ടോ. ഇത് അപ്പളമാണ് ഞാൻ വറുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സാധാരണ പപ്പടം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പപ്പടം കിട്ടും, പക്ഷേ എങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. പക്ഷേ നമ്മൾ ഒരുപാട് അങ്ങനെ നോക്കി ലാസ്റ്റ് നമ്മുടെ പപ്പടം ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, കേരള സ്പെഷ്യൽ പപ്പടം. അപ്പോൾ ഇത് നമ്മുടെ ശരിക്കും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. നന്നായിട്ട് ഇങ്ങനെ വീർത്തൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ പപ്പടം മേടിച്ചൊക്കെ വെറും ഒരു ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ വീർക്കലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ലഞ്ചെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം വിഭവങ്ങളൊന്നുമില്ല. മെയിനായിട്ട് ഞണ്ട് റോസ്റ്റാണ്, അതുപോലെ തന്നെ കൂർക്കത്തോരൻ. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് തേങ്ങാ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു ഐറ്റവും കൂടി ഉണ്ടാക്കിയിട്ട് അത് ഞാൻ കാണിക്കാം. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പപ്പടം തേര് കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇരിപ്പില്ലേ, സെയിം പപ്പടം. എന്തോരം അന്വേഷിച്ചിട്ട് കിട്ടിയതാണെന്ന് അറിഞ്ഞാൽ പപ്പടം. ആദ്യമൊക്കെ കിട്ടിയ പപ്പടം ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ലെന്നേ. അപ്പളമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണോ അപ്പളം? എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പളം, പക്ഷേ ഇവിടെ ആർക്കും അത് ഇഷ്ടമല്ല. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയ കറി എന്താണെന്ന് വെച്ചാൽ പരിപ്പും മുരിങ്ങയിലയും കൂടി ഉണ്ടാക്കിയിട്ടുള്ളൊരു കറിയാണ്. ഇവിടെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ മുരിങ്ങയില. അപ്പോൾ ഞാനത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് മുരിങ്ങയിലയൊക്കെ കിട്ടിയപ്പോഴത്തേനും. അപ്പോൾ ഞാനത് കറി വെച്ചതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ അമേരിക്കൻ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.